ഹലോ കൂട്ടുകാരെ, സുന്ദരിയായി എങ്ങോട്ടാ പോണേന്നല്ലേ? ഞങ്ങള് ഒരു സമ്മാനം വാങ്ങാൻ വേണ്ടി പോവാണ്. എന്ത് സമ്മാനം? കുഞ്ഞുണ്ണി മാഷിൻ്റെ വിദ്യാഭ്യാസ പുരസ്കാരം എന്ന പദ്ധതിക്ക് എനിക്ക് ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. മലയാളത്തിലെ 2ാം ക്ലാസ്സിൽ അത്യാവശ്യത്തിന് മാർക്ക് വാങ്ങിച്ചവർക്കാണ് ഈ പുരസ്കാരം നേടാൻ പറ്റുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങളൊന്നും കഴിക്കാനാണ് പോയത്. വടക്കാഞ്ചേരി എത്തണം, കുറേ ദൂരം ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് പോകണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ വടയും ചായയും കഴിച്ച് ഒന്ന് ബൂസ്റ്റായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഞങ്ങൾ 4-5 ബസ് കയറി ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിൽ 1ാമത്തെ ബസ്സിൽ കയറി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോണേ. ആർക്കും അങ്ങനെ സ്ഥലങ്ങളൊന്നും അങ്ങനെ അറിയില്ല, എവിടേക്ക് ഏത് സ്ഥലത്ത് പോകണം അങ്ങനെയൊന്നും അറിയില്ല. അപ്പം ഞങ്ങളെല്ലാവരും ഒരു ബസ്സിൽ അങ്ങനെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും 3 പേരും, അന്നമോളും ഞാനും ആൻഡ്രിയ ജാംസനും കൂടി അവിടെ നിന്ന് സംസാരിച്ച് കളിക്കുന്നുണ്ട്. ബാക്കി 2 പേരും അവിടെ നിന്ന് സ്റ്റോൺ പേപ്പറൊക്കെ കളിച്ച് ഞങ്ങളങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 2ാമത്തെ ബസ്സാണ്. 2ാമത്തെ ബസ്സിൽ ചേട്ടൻ ഞങ്ങൾക്ക് മിഠായിയൊക്കെ തന്നു കേട്ടോ. അതായത് ആഗ്നസ് ഉണ്ട്, അങ്ങനെ ക്രിസ്റ്റി ഉണ്ട്, അങ്ങനെ ഞാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഞാൻ താറ്റ പറയാൻ പറയുമ്പോൾ അവർ താറ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രകൃതി രമണീയവും കണ്ട് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കയറിയപ്പോൾ മഴയുണ്ടായിരുന്നില്ല, ബസ്സിൽ കയറിയപ്പോൾ മഴയുണ്ടായിരുന്നില്ല. ബസ്സിൽ കയറുമ്പോൾ മഴയുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ മഴയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു ഭയം കൊണ്ടാണ് അങ്ങനെ മഴ പെയ്യാണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഫുള്ള് നനഞ്ഞ് കുളിച്ചാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് കുറേ നേരം സംസാരിച്ചു. കാരണം പെട്ടെന്നങ്ങോട്ട് എത്തണില്ല. അപ്പം എല്ലാവരും ഭയങ്കര ബോറടിയായിരുന്നു ബസ്സിലൊക്കെ ഇരുന്ന്. പിന്നെ കുഞ്ഞുണ്ണി മാഷ് വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹാള്. ഒരു തിയേറ്റർ വൈബായിരുന്നു കേട്ടോ. ഇങ്ങനെ കസേര ഇങ്ങനെ ചാരിയിരിക്കാൻ പറ്റുന്നത്. പക്ഷേ സീറ്റ് കിട്ടിയില്ല, ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ സമ്മാനം കൊണ്ടുവരുന്നതായിട്ടുണ്ടായിരുന്നു. പീരിയൽ റെജൻസിയിലായിരുന്നു നമ്മുടെ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സമ്മാനം വാങ്ങാനായിട്ട് എത്താറായിട്ടോ. അതെ, എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് നിൽക്കണം. ആകാംക്ഷയാണ് കേട്ടോ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ, ഞാനങ്ങനെ സമ്മാനം മേടിക്കാൻ കയറി. അന്നമോൾ സമ്മാനം മേടിച്ച് ഇറങ്ങി വരുന്നത് ആൻഡ്രിയ ജാംസൺ അതിൽ കൂടെ പോയി. ഇനി അടുത്തത് എൻ്റെ ഫോട്ടോ എടുത്ത് ഞാനും പോയി കേട്ടോ. ഞാനും പോയി. അപ്പോൾ ഇതാണ് അന്നമോള്. ഞാൻ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങളുടെ സ്കൂള് ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ അത്. ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും മിക്കതും വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസ് എടുത്തിട്ടും തീരുന്നില്ല. കാരണം സമ്മാനം കിട്ടാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. അപ്പം അതിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും. കാരണം അത്ര ഇഷ്ടമാണ്. സമ്മാനം എന്ന് പറയുമ്പോൾ തന്നെ ഒരു എനർജിയാണ് ഇങ്ങനെ കയറി വരിക. നമ്മളെ വടക്കാഞ്ചേരി എത്തി. ഇതിപ്പോൾ പോണ ബസ്സാണ്. നമ്മൾ പോകുമ്പോൾ ഒരൊറ്റ ബസ്സിലേ കയറിയുള്ളൂ കേട്ടോ. അതിന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ വേറൊരു ബസ്സും കൂടെ കയറി. ഞങ്ങളെല്ലാവരും വേണ്ടി തൃശ്ശൂർക്ക് എത്താൻ വേണ്ടി ഞങ്ങളൊരൊറ്റ ബസ്സിലേ പോയിട്ടുള്ളൂ. ഞങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടി ഞങ്ങളൊരു 2-3 ബസ്സിൽ കയറിയിട്ടുണ്ടാവും മിക്കതും. അങ്ങനെ ഈ ബസ്സിൽ ഞങ്ങൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒറ്റ ബസ്സില്ല. അപ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡാണ്. നമ്മൾ ഇത്രയും ദൂരം പോയിട്ട് ഞാൻ ഇത്രയും ദൂരം പോയിട്ട് ഒരു സമ്മാനമൊക്കെ വാങ്ങേണ്ടത് ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ കാണുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല വയറച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.